Hello guys, welcome to Audiophile. This is Arun with you. ഇന്ന് നമ്മൾ Behringer X-AIR XR16 ഡിജിറ്റൽ മിക്സർ എങ്ങനെയാണ് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ Behringerന്റെ സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ലേറ്റസ്റ്റ് ഫേംവെയർ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് പേജിൽ പോയിട്ട് XR16 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ് ടൈപ്പിൽ വന്നിട്ട് ഫേംവെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് താഴെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേംവെയർ താഴെ കാണാൻ പറ്റും. 2023 6 മാസത്തിൽ ഇറങ്ങിയതാണിത്. അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്യാം. പിന്നെ നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഇതുവരെ നിങ്ങളുടെ X-AIR അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഷോ ഓൾ വേർഷൻസ് കൊടുത്താൽ അതിലെല്ലാം അവിടെ കാണാൻ പറ്റും. സ്റ്റാർട്ടിംഗ് വേർഷൻ 1.17 ആണ് ഇപ്പോൾ ഇതിലുള്ളത്. അത് കഴിഞ്ഞിട്ട് 1.18, ഇപ്പം ലേറ്റസ്റ്റ് 1.20. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴായാലും അത് ഓർഡറിൽ തന്നെ ചെയ്യണം. ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഓർഡറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. നമുക്കിവിടെ വേണ്ടത് 1.20 ആണ്. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം അതൊരു സിപ്പ് ഫയലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് വെക്കണം. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഫയൽ കിട്ടും. അതിലൊന്ന് വന്നിട്ട് നമ്മുടെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തേത് ഒരു PDF ആണ്. അതിൽ പുതിയ എന്തൊക്കെ ചേഞ്ചസ് ആണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് അതിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. ഇനി നമുക്ക് X-AIR ഡീറ്റ ഓപ്പൺ ആക്കാം. നമ്മൾ ഓൾറെഡി ഇത് കണക്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കറണ്ട് വേർഷൻ 1.18 ആണ്. നിങ്ങൾക്ക് തൊട്ട് താഴെ അപ്ഡേറ്റ് ഫേംവെയർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ സോഴ്സ് എവിടെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ഡെസ്ക്ടോപ്പിലാണുള്ളത്. അപ്പം നമ്മൾ ആ ഫോൾഡർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് അത് ഫേംവെയർ അപ്ഡേറ്റ് ആവും. 100% ആയതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം റീബൂട്ട് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം ദ ഡിവൈസ് വിൽ റീബൂട്ട് നൗ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കുക. ഓട്ടോമാറ്റിക് തന്നെ അത് റീകണക്റ്റ് ആവുന്നതായിരിക്കും. സിസ്റ്റം കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി റീസ്റ്റാർട്ട് ആവാനുള്ള ഒരു ചെറിയ സമയം എടുക്കുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കറണ്ട് വേർഷൻ 1.20 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന 1.18 ഈ X-AIR എഡിറ്റിൻ്റെ വേർഷനാണ്. അത് നമ്മുടെ മിക്സറിൻ്റെതല്ല. അപ്പോൾ ഇങ്ങനെയാണ് X-AIR ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.